രണ്ടാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നൊരു ഗുണം. നമ്മളൊക്കെ നോമ്പ് തുറക്കാനിരിക്കുന്ന സമയം ആലോചിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്ന് നോമ്പ് തുറക്കാനിരിക്കുന്ന സമയം ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ അല്ലാഹുവേ വെച്ചിരിക്കുന്ന സാധനം കണ്ടാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിനുള്ള പ്രതികാരം ചെയ്യലാണ് ആ നോമ്പ് മുറിക്കുന്ന സമയത്ത് കാണുന്നത്. എന്തതാ ചുട്ടതും കരിച്ചതും വറുത്തതും പൊരിച്ചതും ഒലത്തിയതും എന്തൊക്കെയാന്ന് അരച്ചിക്ക്, ഏതൊക്കെ രീതിയിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ പണ്ടൊക്കെ പടച്ചോനെ നോമ്പ് ഉറക്കുമ്പോൾ ഒരു കഞ്ഞിയും പയറും, ഒരു ഈത്തപ്പഴത്തിരി വെള്ളം, അൽഹംദുലില്ലാ കഞ്ഞിയും പയറും. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം കഞ്ഞിയൊക്കെ വേറെ പല മോഡലായി മാറി. സുഭിക്ഷമായ ഭക്ഷണം, അൽഹംദുലില്ലാ. നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചോ, ഞാൻ അതിനെതിരൊന്നുമല്ല, ഞാൻ കഴിക്കണ്ട എന്നല്ല. പക്ഷേ കഴിക്കുന്നതിൻ്റെ വീഡിയോ സ്റ്റാറ്റസായി വെക്കാതിരുന്നാൽ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ, അല്ലേ? നമ്മൾ കഴിക്കണതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നമ്മുടെ എല്ലാവരും കാണണം, അൽഹംദുലില്ലാ ഇന്നത്തെ ഇഫ്താർ, ഇന്നത്തെ ഇഫ്താർ. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ, കഴിക്കാനില്ലാത്തവൻ അത് കണ്ട അവൻ്റെ മനസ്സ് വേദനിക്കൂലേ? നരച്ചിക്ക് പടച്ചവൻ. അറബികളൊക്കെ ഒരാടിനെ വെട്ടി, ഞാൻ ആലോചിക്ക്, നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോയപ്പോൾ ഒരാടിന്, അതിൻ്റെ തലയും നാക്കും എല്ലാം ഉണ്ട്, ഒരാടിനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കുക. പടച്ചവനൊന്ന് ആലോചിക്കുക. അപ്പം ഞങ്ങളുണ്ടായിരുന്ന എല്ലാവർക്കും കൂടെ അത് കഴിക്കാൻ പറ്റില്ല. ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ വിചാരിച്ചിട്ടൊരു 10-12 പേരുണ്ട്. ഞങ്ങൾ മുഴുവൻ ഇരുന്നിട്ടും അത് തീർന്നില്ല. അപ്പോഴാണ് ആ കാക്ക പറഞ്ഞത്, ഇത് 5 അറബികൾ തിന്നടാന്ന്. രസോൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് വേറെ വിഷയം, ഞാൻ പോകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യണോ. പരിശുദ്ധമായ റമദാനല്ലേ? പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത്, നമ്മുടെ കുടുംബത്തിൽ എത്രയോ പാവങ്ങൾ, ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്ത എത്ര പേരുണ്ടെന്നറിയോ? വിശക്കുന്ന വയറുമായി പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി കാത്തിരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? അൽഹംദുലില്ലാ, പണ്ടൊക്കെ പള്ളിയിൽ വന്നിന്ന് ക്യൂ നിന്ന് കഞ്ഞി വാങ്ങും. ഇവിടെ ഉണ്ടോ? അപ്പോൾ ഇവിടെ വരുന്നവർക്കെങ്കിലും ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. പള്ളിയിൽ വന്ന് കഞ്ഞി വാങ്ങാൻ അസർ നിസ്കാരം കഴിഞ്ഞാൽ ക്യൂ നിന്നിട്ട് പത്തനാപുരത്തൊക്കെ ഇന്നലെ കഞ്ഞി വഴിയുന്ന എന്ത് മനോഹരമായ, അതൊരു വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ പള്ളിയിലെ കഞ്ഞിയില്ലേ, അൽഹംദുലില്ലാ, ആ മുസ്ലിമീങ്ങൾ പോലും വന്ന് നിൽക്കും അത് മേടിക്കാൻ, ആ പള്ളിയിലെ കഞ്ഞി കുടിക്കാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് പരസഹായം ചെയ്യുക, ആരെങ്കിലൊക്കെ സഹായിക്കണം. പരിശുദ്ധമായ റമദാൻ മാസമാണ്. നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കൂട്ടുകാർ, അൽഹംദുലില്ലാ, നമ്മുടെ ക്ലാസ്സിലൂടെ ഇവിടെ അൽഹംദുലില്ലാ ഒരുപാട് പേര്, ഞാൻ വളരെ സന്തോഷം. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ പാവപ്പെട്ടവർക്ക് കിറ്റ് വാങ്ങിച്ചു കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉംറയ്ക്ക് പോകുന്നതിന് മുമ്പ് 75 കിറ്റ് വാങ്ങിച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും 41 കിറ്റ് അൽഹംദുലില്ലാ ആരാന്നറിയും ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് വാങ്ങിച്ചു കൊടുത്തു. 150-150ഓളം കിറ്റ് അൽഹംദുലില്ലാ. ഇപ്പോൾ ഏകദേശം 100 കിറ്റിൽ പുറത്ത് റമദാൻ മാസത്തിൽ മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ആർക്കാന്ന് അല്ലാഹു ആലം. തിരൂര് വാങ്ങിച്ചു കൊടുത്തു, തിരുവനന്തപുരത്ത് മേടിച്ചു കൊടുത്തു, കൊല്ലത്ത്, ഇങ്ങനെ അൽഹംദുലില്ലാ ആരാണ് വിളിച്ചിട്ട് ഉസ്താദ് ഒരു 10 പേരുണ്ട് പാവങ്ങളെ കൊടുക്കുക, അൽഹംദുലില്ലാ നമുക്ക് സ്വർഗം മതി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഷൗക്കണൻ്റെ അടുത്താണ് ഈ പായിപ്പാടുള്ളൊരു സഹോദരി, എത്ര 33 കിറ്റിന് 33 കിറ്റ് വാങ്ങാനുള്ള അൽഹംദുലില്ലാ പൈസ കൊടുത്തു വിട്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അൽഹംദുലില്ലാ അത് മതി, ഒരു ദുആ മതി. ആ പാവപ്പെട്ടവർ അൽഹംദുലില്ലാ ഒരു ദുആ ചെയ്താൽ എത്രയോ പേര് ഓൺലൈനിലൂടെ 2000-3000 ഇട്ടുകൊടുത്ത് അൽഹംദുലില്ലാ കിറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ. ഞാൻ ആ അക്കൗണ്ടിനകത്ത് വേറെ ആരും പൈസ ഇടരുത്, പള്ളിയുടെ പൈസ പോലും ഇടരുത്, അത് പാവങ്ങളുള്ളതാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഇപ്പോൾ അൽഹംദുലില്ലാ ഇനി കിറ്റൊന്നും ഇല്ല, ആരും പൈസ ഇട്ടേക്കരുത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരുപാട് പേര് ഷാജിക്ക ഇന്നലെ വളരെ പ്രയാസത്തോട് പറഞ്ഞു, ഉസ്താദ് പൈസയില്ല, 2-3 ദിവസമായി പള്ളിയുടെ പണി നിർത്തി, ഇനി മുന്നോട്ട് പോകണം, ഒരു വഴിയില്ല. ഇന്നലെ നോക്കുമ്പോൾ ഒരു സഹോദരൻ വിളിച്ചിട്ട്, ഉസ്താദ് 20,000 രൂപ പള്ളിക്ക് വേണ്ടി ഇട്ടുന്നുണ്ട്, ദുആ ചെയ്യണം. അള്ളാഹു ആരെങ്കിലൊക്കെ കൊണ്ടുവരുന്നുണ്ടോ? ആ പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ട് പലരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ നിന്നെങ്കിലും 200 കല്ലും കണ്ടില്ല, 2000 കല്ല് മേടിക്കണം ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സഹോദരൻ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാസിയ, എൻ്റെ അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഉസ്താദെ ഒരാൾ വിളിച്ചു, ഇങ്ങനെ പലരും അൽഹംദുലില്ലാ ഇത് നമ്മുടെ ക്ലാസ് ഇല്ലല്ലോ ഉസ്താദ്, അതിലേക്ക് നമ്മുടെ പള്ളിക്ക് വേണ്ടിയാണോ നമുക്കവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത്? അൽഹംദുലില്ലാ ഈ ദുആയ വേറൊന്നുമില്ല.
ഈ പാതിരാത്രി ഈ സമയത്ത് 11 മണിക്ക് രാവിലെ മുതൽ 3:30 എഴുന്നേറ്റതാ നിങ്ങൾ. ഈ രാത്രി 11 മണിയായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്തിന്റെ പേരില സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയാ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ചെയ്യാൻ കഴിയുന്ന സൽപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. സദക്ക കൊടുക്കുക, സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് കൊടുക്കേണ്ട മാസമാണ് റമളാൻ മാസം. ഓരോ മനുഷ്യന്റെയും സമ്പത്ത് അത് കൊടുക്കാൻ നമുക്ക് വല്ലാത്ത മടിയ. കാറൂൻ പറഞ്ഞതുപോലെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നാട്ടുകാർക്ക് എന്തിനാ ഞാൻ കൊടുക്കണേ? കാറൂൻ പറഞ്ഞതാ. മൂസാ നബി അലൈഹി സ്വലാം കാറൂനോട് പറഞ്ഞു, എടാ നീ ഇത്തിരി പാവങ്ങൾക്കൊറ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ആർക്കും കൊടുക്കൂല, മൊത്തവും പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, ഒരാൾക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു കാരക്കയുടെ ചീള് മതി. ഒരേ ഒരു കാരക്ക നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ പകുതി മതി സഹോദര. അള്ളാഹുവെ പടച്ചവനെ, നിങ്ങൾ മക്കത്തും മദീനത്തും പോകടോ. നോമ്പ് തുറക്കാൻ സമയത്ത് എവിടുന്നാ ഭക്ഷണം വരുന്നറിയോ? ഒന്നും വേണ്ട, വെറും കയ്യോടെ നമ്മൾ പോയ പടച്ചവനെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുക. ഇതാന്ന് നിരന്നങ്ങോട്ടിരിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്നിങ്ങനെ നിരത്തുകയാ. എനിക്ക് അൽഹംദുലില്ലാ, സംസം വെള്ളം വേണോ, കാരക്ക വേണോ, തണുത്തത് വേണോ, നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ആ ലക്ഷക്കണക്കിന് ആൾക്കാർ, അല്ലാഹുവേ എന്തൊരു ഉത്സാഹം! കാരണം എന്തേ? പ്രതിഫലം അവർക്കറിയാം. മക്കത്തും മദീനത്തും പോകുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നോമ്പ് തുറക്കും, അങ്ങോട്ട് കൊണ്ട് തരിക. ഇന്നാ എന്ന് പറഞ്ഞ് റോഡിൽ നിൽക്കുകയാ സഹോദര. എവിടുന്ന് മേടിക്കണമെന്നറിയാതെ ഞാന് അവസാനം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഉംറ കഴിഞ്ഞ് വളരെ പ്രയാസത്തിൽ പടച്ചോൻ ഇങ്ങനെ പോകുമ്പോ കയ്യിൽ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുക, വേടിക്ക്. ഞാൻ പറഞ്ഞു വേണ്ട, കൂടെ കൊണ്ട് നടന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു. കാരണം എന്ത്? പ്രതിഫലം വേണം അവർക്ക്. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ നോമ്പ് തുറപ്പിക്ക്. നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതിന് ഒരുപാടൊന്നും കൊടുക്കണമെന്നില്ല. ഒരു കാരക്കയുടെ പകുതി നിന്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ. ഒരു കാരക്കയോ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ പകുതി എടുത്ത മനസ്സിന് കൊടുത്തിട്ട് നോമ്പ് തുറപ്പിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മൾ ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റമളാനിന്റെ 30 ദിവസങ്ങളിൽ നമ്മൾ ദുആ ചെയ്യുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. പരിശുദ്ധമായ റമളാനിന്റെ 30 ദിവസം നമ്മൾ ദുആ ചെയ്യുമല്ലോ. എന്താണ് ദുആ ചെയ്യുന്നത്? പടച്ചവനെ നീ സ്വർഗ്ഗം തരണേ അല്ലാഹ്.